ഹോർമൂസ് കടലിടുക്കിലേക്ക് ട്രംപിന് അടുക്കാനായി സാധിക്കുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ട്രംപ് ഹോർമൂസ് പിടിക്കാൻ നേരിട്ട് കളത്തിലിറങ്ങുമ്പോൾ ഇറാന്റെ ഒരു വലിയ ശക്തി ഹോർമൂസിൽ ഒളിച്ചിരിക്കുന്നു എന്ന് നമുക്ക് പറയാതിരിക്കാൻ നിവർത്തിയില്ല. ഹോർമൂസ് കടലിടുക്കിൽ ഇറാൻ ഒരു റിമോട്ട് കൺട്രോൾ ഖനി സ്ഥാപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അമേരിക്കയെ ഇപ്പോൾ ഏറ്റവും അധികം ഭയപ്പെടുത്തുന്നത്. ഈ റിമോട്ട് കൺട്രോളർ ഉള്ള ഒരു ഖനി അത് വലിയ അപകടകാരിയാണ് എന്ന് അമേരിക്ക മനസ്സിലാക്കുന്നു. ഹോർമൂസ് കടലിടുക്കിലെ ഇറാന്റെ ആധിപത്യം തകർക്കാനാണ് ഡൊണാൾഡ് ട്രംപ് ജപ്പാൻ ഉൾപ്പെടെ ലോകത്തിലെ നിരവധി രാജ്യങ്ങളോട് അഭ്യർത്ഥിച്ചത്. ജർമ്മനി, സ്പെയിൻ, ചൈന തുടങ്ങിയ രാജ്യങ്ങളെപ്പോലെ ജപ്പാനും സമ്മതിച്ചില്ല. ഈ വാർത്തയ്ക്ക് 24 മണിക്കൂറിന് ശേഷം ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സിന്റെ മുൻ കമാൻഡർ ജപ്പാൻ ഒരു മുന്നറിയിപ്പ് നൽകി. ജപ്പാൻ മനസ്സു മാറ്റി ഹോർമൂസിലേക്ക് ഒരു കപ്പൽ അയച്ചാൽ ആ കപ്പൽ പിന്നെ ജപ്പാൻ കാണില്ല എന്നാണ് ഈ കമാൻഡർ പറയുന്നത്. മുൻ കമാൻഡർ ഹൊസൈൻ കെനാനി മുഹമ്മദ് ജാപ്പനീസ് വാർത്താ ഏജൻസിയായിട്ടുള്ള NHKയോട് പറഞ്ഞു, ഇറാൻ കടലിൽ സ്ഫോടക വസ്തുക്കൾ സ്ഥാപിച്ചിട്ടുണ്ട്. അവ വിദൂരമായി പൊട്ടിത്തെറിക്കാൻ ശേഷിയുള്ളവയാണ്. പ്രായോഗികമായി നീക്കം ചെയ്യാൻ കഴിയാത്ത ഖനികളാണവ. ഇറാനെ ആക്രമിക്കാൻ ജപ്പാനിലെ US താവളം ഉപയോഗിക്കാൻ ആവശ്യപ്പെട്ടാൽ അത് ഇറാന്റെ ലക്ഷ്യമാകാനും സാധ്യതയുണ്ട്. US-നെ പിന്തുണയ്ക്കുന്നില്ലെങ്കിൽ ഹോർമൂസിലൂടെ ജാപ്പനീസ് വാണിജ്യ കപ്പലുകൾ കടന്നുപോകാൻ ഇറാൻ അനുവദിച്ചേക്കാമെന്ന് മുൻ ഇറാനിയൻ കമാൻഡർ വ്യക്തമാക്കി. ജപ്പാൻ തങ്ങളുടെ വാണിജ്യ കപ്പലുകൾ കടന്നുപോകാൻ അനുമതി ചോദിച്ചാൽ ഇറാനും ജപ്പാനും തമ്മിൽ ശത്രുതയില്ലാത്തതിനാൽ അനുമതി നൽകും എന്നാണ് നമുക്ക് മനസ്സിലാകുന്ന കാര്യമെന്ന് പറയുന്നത്. ട്രംപ് ഹോർമൂസ് പിടിക്കാൻ ഇറങ്ങുമ്പോൾ ട്രംപിന്റെ സൈന്യത്തെ അല്ലെങ്കിൽ അമേരിക്കൻ സൈന്യത്തെയും നാവികസേനയും ഏറ്റവും അധികം ഭയപ്പെടുത്തുന്നത് ഈ ഖനികൾ തന്നെയാണ്. നേരത്തെ തന്നെ നമുക്കറിയാം ഇറാന്റെ ശക്തി എന്ന് പറയുന്നത് ഹോർമൂസ് കടലിടുക്കും. ഹോർമൂസ് കടലിടുക്കിൽ ഇറാൻ സ്ഥാപിച്ചിരിക്കുന്ന അവരുടെ ഈ ഖനികൾ അഥവാ മൈനുകൾ കുറച്ചുകൂടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ കുഴി ബോംബുകൾ തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാകും. ഇത് ഇപ്പോൾ അമേരിക്കയ്ക്ക് വലിയ തലവേദനയായി മാറിയിരിക്കുകയാണ്. എന്തായാലും ഇത് ഭയന്ന് ഒരു രാജ്യങ്ങളും അങ്ങോട്ടേക്ക് വരില്ല എന്നാണ് ഇറാൻ കരുതുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.